അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സമൂസ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ സമൂസ അല്ല, ഒരു ക്രീം ചീസ് സമൂസ റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ, ആകെ 2 ഇൻഗ്രീഡിയൻസേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീം ചീസാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാൻ അൽമറായുടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിത് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിക്ക് പേസ്റ്റ് ആക്കിയിട്ട്, ഇത് നമ്മൾ സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കൂലേ, അതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ സമൂസ ലീഫ്. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്, മസാല ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ സമൂസ എടുത്തുള്ളത് ഇതുപോലത്തെ വലിയ ഷീറ്റാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഈ സമൂസ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റ് ചെറുതായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ വലുതായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തത് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇത് എടുത്തിട്ടൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് വെച്ചിട്ട് പ്രോൺസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളൊരു ഉണ്ടാക്കാം. അതുപോലെ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ പ്രോൺസ് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു ബാക്കി വേസ്റ്റ് വരുന്നത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് കട്ട് ചെയ്ത് വേറെ മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നിച്ച് കുറച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ചീസാണ് ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പോൾ ചീസ് എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കി 4 കട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ആദ്യം 2 കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂസ മുഴുവനോടുകൂടി തന്നെ ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ ഒരൊറ്റ പീസ് ഫില്ലിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതാക്കി എടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതാക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ 4 കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ സമൂസക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ കോണാക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ആ ഒരു മൈദേൻ്റെ ആ ഒരു മാവിലെ ആ ഒരു മിക്സ് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് വെച്ച് കൊടുക്കുക, ക്രീം ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വലിയ പീസായിട്ട് വെക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ അരികൊന്ന് കട്ട് ചെയ്തിട്ട് ഞാനത് സൈഡിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടാകുമ്പോൾ ചീസ് ഇതിൽ നിറഞ്ഞിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ മുകളിലൊരു സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് സൈഡിൽ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് സമൂസ ഷീറ്റ്. മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുന്നത് തന്നെയാവും. മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇതുപോലെ ഷീറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നതാവും. ഇതുപോലെ നമ്മൾ സമൂസയ്ക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ കോർണർ ഇങ്ങനെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിയിരുന്നോളും. ഇതുപോലെ നമുക്ക് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഒരെണ്ണം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സാധാരണ നമ്മളിപ്പോൾ എല്ലാവരും സമൂസ ഉണ്ടാക്കുന്നത് തന്നെയാവും. അപ്പോൾ അതേപോലെ തന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ചെറിയ ഷീറ്റ് കിട്ടണേ. ഇപ്പം ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ചെറിയ ഷീറ്റ്. പക്ഷെ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ആ ഷീറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറുത് യൂസ് ചെയ്തപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, ചെറിയ ചെറിയ സമൂസയായിട്ട്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മളുടെ ആ സമൂസ ഷീറ്റിൽ ആ ഒരു പീസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് മൈദേൻ്റെ ആ ഒരു ബാറ്റർ തേച്ചിട്ട് ഇതുപോലെ കോർണർ മടക്കി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചീസ് ചൂടാവുമ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഫില്ലാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിതിൻ്റെ മുകളിലൊരു ഷുഗർ സിറപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഹണിയോ ഒഴിച്ചിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ കണ്ടത് ഫുള്ള് ഞാൻ
ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് നന്നായി കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കളറ് മാറും, ഉള്ളിലായ ഒരു ചീസ് മെൽറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തീയൊന്ന് കുറച്ച് വെക്കണം. നന്നായി എണ്ണ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കേട്ടോ. സമൂസ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാറ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീറ്റ് അങ്ങനെ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം നന്നായി തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. എളുപ്പമാണ്, നമുക്ക് മസാല വഴറ്റ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാലും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഹണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ്. നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. കുനാഫേൻ്റെ ചീസ് കുനാഫ ഉണ്ടാക്കിയപ്പോഴും അതുപോലെ ക്രീം ചീസ് കുനാഫ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാനതൊന്നും കാണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇത് ഷുഗർ സിറപ്പാണ് ഒഴിക്കുന്നത് കേട്ടോ. ഹണി വേണമെന്നുണ്ടെങ്കിൽ ഹണി ഒഴിക്കാം, അത് ഒഴിച്ചിട്ടും കഴിക്കാം. എന്നിട്ടിത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ചൂടോടുകൂടി കഴിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്